നിസാം സാർ, അല്ല നിങ്ങളുണ്ടോ? എന്നോട് ആനന്ദ് സാർ കൂടെ വരാൻ പറഞ്ഞു. എന്നോട് കൂടെ വരാൻ പറഞ്ഞിരുന്നു. എന്തേ നടക്കുമോ? നോക്കല്ലേ ഓ വിളിക്കോട്ടെ. ഓ സാർ പറയുന്നറിയോ എത്തിയിട്ട്? ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റായി. 3 മണിക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആൻസർ. അല്ല, എന്തോ വലിയ രസം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നോടും പറഞ്ഞാൽ എന്താണെന്നറിയോ, കേരളം കത്തുമെന്നാ പറഞ്ഞു. എന്തായിരിക്കും? എന്തായിരിക്കും? ഓമാര് വന്നിട്ടുണ്ട്. ഹലോ, എത്ര നേരമായി കാത്തുക്ക്? കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ളത്, കുറച്ച് ലേറ്റ് ആയി, ക്ഷമിക്കണം. ഓക്കെ, എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഓ, ഇൻട്രസ്റ്റിംഗ്. അതിനു മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഓ, നമുക്ക് അടുത്ത വർഷം നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട PSCയുടെ പരീക്ഷ ഏതാ? LDC. വളരെ സിമ്പിൾ. LDC. വരാൻ പോകുന്ന LGS അല്ലേ പ്രധാനപ്പെട്ട പരീക്ഷ? LDC വളരെ സിമ്പിൾ. LGS. അതായത് നിങ്ങളുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ, LDC ആണോ LGS ആണോ എന്ന്. ഇതേ കൺഫ്യൂഷൻ നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാകത്തില്ലേ? പക്ഷെ കുഴപ്പമില്ലല്ലോ, കാരണം നമ്മൾ LDCക്കും LGSനും സെപ്പറേറ്റ് ബാച്ച് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അതെങ്ങനെ പ്രാക്ടിക്കൽ? 2 ബാച്ചുകൾ കുട്ടികൾക്ക്? അത് വേറെ എന്ത് വഴിയാണ്? അതിലൊരു വഴിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ദാ നോക്കിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി, LDC LGS കോംബോ ബാച്ച്. എങ്ങനെയുണ്ട് സാധനം? അപ്പോൾ നമ്മുടെ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം. നമുക്ക് രണ്ടും ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ആണ് ഇത് തരിക. അതിനകത്ത് നമുക്ക് മോക്ക് ടെസ്റ്റുകളും ഉണ്ട്, റിവിഷൻ ടെസ്റ്റുകളും ഉണ്ട്. ഇനി ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൻ്റെ മോക്ക് ടെസ്റ്റുകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല, ഓൾറെഡി നമ്മൾ LGSന് വേണ്ടിയിട്ടും LDCക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചുകളുടെ റെക്കോർഡഡ് വീഡിയോസ് നമുക്ക് ഇതിനകത്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നേരത്തെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ കാലേ കൂട്ടി തന്നെ പഠിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ക്ലാസ് എടുക്കുന്ന സ്ലൈഡ് നോട്ടുകൾക്ക് പുറമേ പ്രിൻ്റബിൾ ഫോർമാറ്റിലുള്ള PDF നോട്ടുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് വേണമെങ്കിൽ ഇരുന്ന് പഠിക്കാം. ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സാധനം? അല്ല, അപ്പോൾ നമ്മൾ ഈ സിലബസ് ഒക്കെ എത്ര മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നത്? LDCക്കും LGSനും കൃത്യമായ സ്റ്റഡി പ്ലാനിൽ എത്ര മണിക്കൂർ എന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ട്. LDC ആണ് എന്നുണ്ടെങ്കിൽ 800+ മണിക്കൂറത്തെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. LGS ആണ് എന്നുണ്ടെങ്കിൽ 500-ലധികം മണിക്കൂറുകളുടെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. പോരെ? അത്രയും പോരെ? സാർ, നമ്മൾ ഈ എക്സാംസ്, അത് പ്രത്യേകിച്ച് മോക്ക് ടെസ്റ്റ് ഒക്കെ എങ്ങനെയാണ്? മോക്ക് ടെസ്റ്റുകളുണ്ട്. മോക്ക് ടെസ്റ്റുകൾ നമുക്ക് സബ്ജക്ട് ബേസ്ഡ് ടെസ്റ്റുകളുമുണ്ട്, അതുപോലെ മോക്ക് ടെസ്റ്റുകളും ഉണ്ട്. LDCക്ക് ആണ് എന്നുണ്ടെങ്കിൽ 20-ലധികം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ 25-ലധികം റിവിഷൻ ടെസ്റ്റുകളുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ PYQവിൻ്റെ ടെസ്റ്റുകളും തരുന്നുണ്ടായിരിക്കും. ഇനി LGSലേക്ക് വരികയാണെങ്കിൽ 10-ലധികം മോക്ക് ടെസ്റ്റുകളും 20-ലധികം റിവിഷൻ ടെസ്റ്റുകളും അവിടെയും PYQവിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളും തരുന്നതായിരിക്കും. സാർ, നമുക്ക് ഈ സിലബസ് തീർക്കാനായി ഓരോ സബ്ജക്റ്റിനും എത്ര അവേഴ്സ് വീതമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഹിസ്റ്ററിക്കാണ് എന്നുണ്ടെങ്കിൽ 90 മണിക്കൂറാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജോഗ്രഫി ആണെങ്കിൽ 90, എക്കണോമിക്സ് 50, കോൺസ്റ്റിറ്റ്യൂഷൻ 75, ഗവേണൻസ് 45, ഫിസിക്സും കെമിസ്ട്രിയും ഓരോന്നിനും 45 മണിക്കൂർ വെച്ച്, ലൈഫ് സയൻസ് 75, ആർട്ടിനൊക്കെ ആണെങ്കിൽ 30 മണിക്കൂർ, IT 25 മണിക്കൂർ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് 40 മണിക്കൂർ, മാത്സ് 100 മണിക്കൂറുണ്ട്, മലയാളം 50 മണിക്കൂറും ഇംഗ്ലീഷിന് 80 മണിക്കൂറും നിസാം സാറേ ഉണ്ട്. ഇനി ഇതേപോലെ LGSനും ഉണ്ട്. ഹിസ്റ്ററി അവിടെ 70 മണിക്കൂറാണ്, ജോഗ്രഫി 70 മണിക്കൂർ, എക്കണോമിക്സ് 35, കോൺസ്റ്റിറ്റ്യൂഷൻ 60 മണിക്കൂറാണ്, ഫിസിക്സും കെമിസ്ട്രി ഓരോന്നിനും 40 മണിക്കൂർ വെച്ചുണ്ട്, ലൈഫ് സയൻസ് 75, ആർട്ടിനൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് 15 മണിക്കൂറാണ്, മാത്സിന് 80 മണിക്കൂറുമാണ്. അവിടെ ഇംഗ്ലീഷ് ഇല്ല കേട്ടോ നിസാം സാർ. പഠിപ്പിക്കാൻ പിന്നെ നമ്മളൊക്കെ ആയതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ അല്ലേ? എഡ്യൂക്കേറ്റേഴ്സ് നമുക്ക് ഹിസ്റ്ററി പഠിപ്പിക്കാനായിട്ട് മൻസൂർ സാറും ഉണ്ട്, അതേപോലെ അനന്ത് സാറും ഉണ്ട്. മാത്സിന് 2 പുലികൾ നമുക്കുണ്ട്, ഇസ്മയിൽ സാറുമാണ്, അഷ്മൽ സാറുമാണ്. ജോഗ്രഫിക്ക് നമുക്ക് സൂരജ് സാറും ഉണ്ട്, പിന്നെ നമ്മുടെ പ്രകമ്പനം ജിതിൻ സാറും അവിടെ വരുന്നുണ്ട്. മലയാളം പഠിപ്പിക്കാനായിട്ട് സജിമോൾ മേഡം ഉണ്ട്. കറണ്ട് അഫയേഴ്സും സ്പോർട്സുമായിട്ട് പ്രദീപ് സാറ് വരുന്നുണ്ട്. ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചറും ജിതിൻ സാർ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. ഇംഗ്ലീഷിൽ നമുക്ക് പാരി സാറും സുമി മേഡവും നിസാം സാറും നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ലൈഫ് സയൻസും പബ്ലിക് ഹെൽത്തുമായിട്ട് സ്വാതി മേഡവും, ഫിസിക്സിന് സിബി സാറ് വരുന്നുണ്ട്, കെമിസ്ട്രിക്കായിട്ട് സരിത് ലാൽ സാർ നമുക്ക് വരുന്നുണ്ട്, എക്കണോമിക്സിന് ശരത് സാറുണ്ട്, ഫിസിക്സും ശരത് സാർ എടുക്കുന്നുണ്ടായിരിക്കും. കേരള ഗവേണൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അഭിജിത്ത് സാർ നമുക്ക് എന്തുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനും എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ആ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് സാധനം? പൊളിയല്ലേ? പ്ലാനൊക്കെ സെറ്റ്, പക്ഷേ ഫീസിന്റെ കാര്യം കൂടി പറയണ്ടേ? ഫീസും ഉണ്ട്.
ഇപ്പം നമുക്ക് രണ്ടോട് ഒരുമിച്ച് പഠിക്കാനാണെങ്കിൽ LDC LGS കൂടെ ഒരുമിച്ച് പഠിക്കാനാണെങ്കിൽ നമുക്ക് 2,999 രൂപയാണ് നമ്മുടെ കോഴ്സിന് ഫീ എന്ന് പറയുന്നത്. ഇനി കോഴ്സിന് വാലിഡിറ്റി എന്ന് പറയുന്നത് 1 വർഷം വരെ, അല്ലെങ്കിൽ എന്നാണോ എക്സാം നടക്കുന്നത് അന്ന് വരെ ഈ കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ LDCയും LGSും ഒരുമിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാം. 2 ബാച്ചിൻ്റെ ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി സെപ്പറേറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ LDCക്ക് വേണ്ടി സെപ്പറേറ്റ് ബാച്ച് നമുക്കുണ്ട്, LGSന് വേണ്ടി സെപ്പറേറ്റ് ഉണ്ട്. LDCക്ക് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ 1,999 രൂപയാണ്. LGS ആണ് എന്നുണ്ടെങ്കിൽ 1,699 രൂപയാണ്. രണ്ടിൻ്റെയും കോഴ്സ് വാലിഡിറ്റി എന്നാണോ എക്സാം നടക്കുന്നത് അന്ന് വരെ, അല്ലെങ്കിൽ 1 വർഷം വരെ. അതിലാണ് നമ്മുടെ കോഴ്സ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് പഠിച്ചോ, സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം, സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. ഇനിയല്ല ഒരുമിച്ച് പഠിക്കാനാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പഠിക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ബാച്ച് തുടങ്ങുന്ന ഡേറ്റ് അറിയാമല്ലോ, ഓഗസ്റ്റ് മാസം 12-ാം തീയതിയാണ് ബാച്ച് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ തകർക്കുമല്ലേ.